പി ജയരാജന് പിന്നാലെ CPM-നെ പ്രതിസന്ധിയിലാക്കുകയാണോ പി ജയരാജൻ? ഈ ചോദ്യം ഇപ്പോൾ ഉയരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. പി ജയരാജൻ ഇന്നലെ മാധ്യമങ്ങളോട് നടത്തിയ ഒരു പ്രതികരണവും ഒപ്പം തന്നെ അദ്ദേഹം പുറത്തിറക്കാൻ പോകുന്ന ഒരു പുസ്തകവും ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങളുമാണ്. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു എന്നാണ് പി ജയരാജൻ പറയുന്നത്. കേരളത്തിൽ നിന്ന് IS-ലേക്ക് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്നും പി ജയരാജൻ പറയുന്നു. മത തീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നു. കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായെന്ന് പി ജയരാജൻ പറയുന്നു. ജയരാജൻ രചിച്ച പുസ്തകം പരാമർശിച്ചാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വരുന്ന ഒക്ടോബർ മാസം, അടുത്ത മാസമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു. അപ്പോൾ അതിനെ അതിശയോക്തിപരമായി കാണണ്ട, പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു. 92-ലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയത്. IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. അതാണ് പി ജയരാജൻ വ്യക്തമാക്കുന്ന കാര്യം. വി അരുൺ ഉണ്ട് നമുക്കിപ്പം. അരുൺ, ഈ ജയരാജൻ പറയുന്നത് കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ കുറെ നാളുകളായി നടക്കുന്ന സംഭവം എന്നതാണ്. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ വിവാദമാക്കിയേക്കാം. ഇക്കാര്യത്തിൽ ജയരാജൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം? അത് പുറത്തു വന്നിട്ടുണ്ടോ ആരും? പുസ്തകം ഒക്ടോബറിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഒക്ടോബറിൽ പുസ്തകം പുറത്തിറങ്ങും. നേരത്തെ നമുക്കറിയാം പി ജയരാജൻ ആത്മകഥ എഴുതുന്നു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പി ജയരാജന്റെ പുസ്തകവും വരുന്നു എന്ന് പറഞ്ഞത്. ഇന്നലെ ഞാൻ പി ജയരാജനുമായി വിഷയം സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഏതെങ്കിലും CPM നിലപാടിന് വിരുദ്ധമായ കാര്യമൊന്നും ആ പുസ്തകത്തിലില്ല. കുരുടൻ ആനയെ കണ്ടതുപോലുള്ള ചില അല്ലെങ്കിൽ അത്തരം ചില പ്രചരണം മാത്രമാണ്, കൃത്യമായ കാര്യം മനസ്സിലാക്കാതെയുള്ള ആളുകളുടെ പ്രചരണമാണ്. അതിനപ്പുറത്തേക്ക് CPM നിലപാടിന് വിരുദ്ധമായ ഒന്നും ആ പുസ്തകത്തിൽ പറയുന്നില്ല. രാഷ്ട്രീയ ഇസ്ലാമും അതുപോലെ തന്നെ മതപരമായ കൃത്യമായ ബോധ്യത്തോടുകൂടി മതപര വിശ്വാസപൂർവ്വ ഇസ്ലാമും തമ്മിലുള്ള ഭേദം, അതാണ് ആ പുസ്തകത്തിൽ താൻ 2 അധ്യായങ്ങളായി പറയാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ രാഷ്ട്രീയ ഇസ്ലാം പറഞ്ഞു പോകുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ബാബരി മസ്ജിദ് തകർത്ത ശേഷം മുസ്ലിം വിഭാഗ സമുദായത്തിൽ ചില യുവാക്കളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയി എന്ന കാര്യം സൂചിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളൊന്നും പുസ്തകത്തിൽ ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒക്ടോബർ പുസ്തകം പുറത്തിറങ്ങും. നമുക്കറിയാം IS-ലേക്കുള്ള റിക്രൂട്ട്മെന്റ് കേസ് സംസ്ഥാനത്ത് നിരവധി യുവാക്കൾ IS-ലേക്ക് പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട NIA-യുടെ അന്വേഷണം പല ഘട്ടങ്ങളിലാണ്. ഇനിയും ചില ആളുകൾ സിറിയയിലടക്കം ആളുകൾ തിരികെ വരാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ പരാമർശിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒന്നും ആ പുസ്തകത്തിലില്ല എന്നാണ് പി ജയരാജൻ വിശദീകരിക്കുന്നത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ പി ജയരാജന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഇതിലുണ്ടാകും. രാഷ്ട്രീയം പറയുമ്പോഴും കണ്ണൂരിലെ രാഷ്ട്രീയവും പി ജയരാജനുമായി കഴിഞ്ഞ ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകളായി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ്. പലപ്പോഴും വിവാദങ്ങളിൽ കാരണമാകാറുണ്ട് പി ജയരാജൻ. പല അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ചില വാക്കുകളുമൊക്കെ നിരവധി തവണ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും എന്താണ് ആ പുസ്തകത്തിന്റെ മറ്റുള്ളടക്കമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മുസ്ലിം രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അവിടെയും CPM നിലപാടിന് വിരുദ്ധമായി CPM ന്യൂനപക്ഷ സമുദായം കൊണ്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിന് വിരുദ്ധമായ ഒരു നിലപാടും തന്റെ പുസ്തകത്തിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അരുൺ, അത് കറക്റ്റാണ് അരുൺ. ഒപ്പം അരുൺ, ഒരു കാര്യം, ഇതിന്റെ അവതാരിക എഴുതിയത് എ വിജയരാഘവനാണെന്ന് ആദ്യ സൂചന ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ വ്യക്തത വരുന്നില്ല. ഒപ്പം ഒരു കാര്യം കൂടി, CPM-ന്റെ ഒരു സംസ്ഥാന സമിതി അംഗം ഒരു പുസ്തകം എഴുതുമ്പോൾ അത് പാർട്ടിയുടെ അനുമതി ആവശ്യമില്ലേ? അങ്ങനത്തെ ചില സംഘടനാ നടപടികളൊക്കെ അവശേഷിക്കുന്നില്ല. ഇതൊക്കെ പാലിച്ചുകൊണ്ടാണോ ജയരാജൻ മുന്നോട്ട് പോകുന്നത്? അത്തരം വിവാദ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും സംസ്ഥാന സമിതി അംഗം പാർട്ടിയെ അറിയിച്ചിരിക്കണം എന്നാണ് ആ വ്യവസ്ഥ. അവരുടെ ഇത്തരം സർഗാത്മകമായ ഇടപെടലാണെങ്കിൽ കൂടി അത് പാർട്ടി നയങ്ങൾക്കുള്ളിൽ നിന്ന് വേണം CPM-ന്റെ സംസ്ഥാന സമിതി അംഗമെന്നല്ല ഒരു ബ്രാഞ്ച് അംഗം പോലും നടത്തേണ്ടത്. അത്തരം കാര്യങ്ങൾ അറിവുള്ള ആളാണ് പി ജയരാജനും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം
ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം പാർട്ടി അറിയിക്കാതെയാണോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. ഏതായാലും പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാകണം ഇത് എഴുതിയെന്ന് വേണം വിശ്വസിക്കേണ്ടത്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഈ പുസ്തക പ്രകാശനമൊക്കെ വൈകാതെ ഉണ്ടാകും. നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നലെ അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോൾ ഒക്ടോബറിലാണ് പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നത്, പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ഏതായാലും പി ജയരാജൻ എല്ലാ കാലത്തും ഒരു വിവാദങ്ങളുടെ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത്തരം പരാമർശങ്ങൾ ഏതെങ്കിലും CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പുസ്തകത്തിൽ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. യെസ്, അതാണ് അരുൺ സൂചിപ്പിക്കുന്നത് പോലെയാണ്. ഇത് CPM-ന്റെ പ്രഖ്യാപിത നിലപാടുമായി ഒരു മാറ്റവും ഒരു വൈരുദ്ധ്യവും ഈ പുസ്തകത്തിലോ തന്റെ നിലപാടുകളിലോ ഇല്ല എന്നതാണ് പി ജയരാജൻ വിശദീകരിക്കുന്ന കാര്യം. അത് ഇന്നലെ VV അരുണിനോട് അദ്ദേഹം വിശദീകരിച്ചു. ഒപ്പം തന്നെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ഒരു വിഭാഗം ആളുകളെ സ്വാധീനിക്കുന്ന തീവ്രവാദ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നീക്കമായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഇതിനടക്കം പി ജയരാജൻ പുറത്തിറക്കുന്ന പുസ്തകത്തിൽ എന്താണ് സമകാലിക വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അതിൽ CPM രാഷ്ട്രീയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തുടങ്ങിയ നിരവധി ചോദ്യമുണ്ട്. ഒക്ടോബർ അടുത്ത മാസം ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം, അത് പുറത്തിറക്കൽ ചടങ്ങ് നടക്കും. അങ്ങനെയെങ്കിൽ എന്താണ് പി ജയരാജൻ പറയുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും.